ഹായ്. ഹായ് ഓൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 20 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ലൈവിലേക്ക് നമ്മൾ ഡീൽ ചെയ്തത് 20 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ലൈവിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യണം. അപ്പൊ എല്ലാവരും ആണ് ലൈവ് ചാറ്റിലൊക്കെ ഒന്ന് പറ, എത്ര പേരുണ്ട് കാണുന്നു കേൾക്കുന്നുണ്ടെന്നൊക്കെ പറ. നോക്കട്ടെ, നമ്മൾ ക്രിസ്മസ് എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള അടിപൊളി പ്ലാൻ ത്രൂ ആണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ലോസ് ഓഫ് മോഷനിൽ ചോദിക്കാൻ സാധനമുള്ള ടോപ്പ് 20 ചോദ്യങ്ങൾ നാളെയല്ല 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളത് നമ്മുടെ കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ടോപ്പ് 20 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ ഇനി പഠിച്ചു പോവുക. എന്നാൽ നല്ല മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 20 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ ഒന്ന് എല്ലാവരും കമന്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ഇടുക, അതേപോലെ ലൈക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം ഇവിടെ. ഓക്കെ, എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. ഇന്നത്തെ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഒക്ടോബർ 6 തിങ്കളാഴ്ചയാണ് നമ്മൾ ലൈവ് വരുന്നത്. ഓക്കെ, അടിപൊളി സെറ്റാണ്. 7 മണി ആയിട്ടുണ്ട്. ഓക്കെ സാർ, അടിപൊളി. ഹൈ സാർ, ഹലോ. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ കമന്റ് ബോക്സിൽ ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും പെട്ടെന്ന് ഞാൻ ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, ഇതേപോലെ ഇന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇന്നത്തെ തിങ്കളാഴ്ച 9-നും ലൈവ് പോകുന്നുണ്ട്, 10-നും ലൈവ് പോകുന്നുണ്ട്. ആ ഒരു പിന്നെ +1-നും ലൈവ് പോകുന്നുണ്ട്. അതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോലെ ഫസ്റ്റ് ചോദ്യം നമ്മൾ നോക്കാം. നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 20 ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 20 ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്പർ ഒരു മാർക്ക് എനിക്ക് ചോദിക്കാൻ സാധ്യത, ചില്ലിയാക്കി എടുക്കേണ്ട ഒരു മാർക്കായിട്ട് നമുക്ക് A+ ഇഷ്ടപ്പെടാൻ സാധ്യത. ഓക്കെ, ഒരു മാർക്കിന് ചോദ്യം. ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ, ഇനേഷ്യ എന്താണ്? നിങ്ങൾ വായിച്ചു നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, അതായത് ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറിനെ നിർത്തുകയോ അല്ലെങ്കിൽ നിർത്തിയ ഒരു വണ്ടിയെ ചലിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് എന്ത്? ഇനേഷ്യ. അതായത് ഒന്നുകൂടെ പറയാം, അതായത് ഒരു വെറുതെ നിൽക്കുന്ന ഒരാളെ ചവിട്ടി ഓടുക പറഞ്ഞേക്കുക, അതേപോലെ ഇനി ഓടിക്കൊണ്ടിരിക്കുന്ന ആളെ നിർത്താനുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രേരണ എന്നൊക്കെ പറയില്ലേ, അതാണ് എന്ത്? ഡിഫൈൻ ഇനേഷ്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ ഈ ചവിട്ട ഓടുന്നില്ല, ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഇനേഷ്യ ഇസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി. ഇനേഷ്യ ഇസ് ദ ടെൻഡൻസി ഓഫ് ബോഡി ടു റെസിസ്റ്റ് എനി ചേഞ്ച്. റെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റിന് ചേഞ്ച് എനി ഓർ റെസ്റ്റോ അല്ലെങ്കിൽ ഓർ യൂണിഫോം മോഷനോ ഇൻ സ്ട്രൈറ്റ് ലൈൻ. ഒരു സ്ട്രൈറ്റ് ലൈനിൽ വെറുതെ നിൽക്കുന്ന ഒരു വണ്ടിയെ ആക്സിലേഷൻ കൊടുത്ത് നേരെ പോയിക്കോളാൻ പറയാ. ഇനി ഒരു ഓടുന്ന വണ്ടിയെ നിർത്താൻ ശ്രമിക്കുക. ആ ഒരു കാര്യമാണ് ഡിഫൈൻ ഇനേഷ്യ. വസ്തുവിന്റെ ചലനാവസ്ഥ ഒന്നുകിൽ നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനാവസ്ഥയിലേക്ക്, റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക്, അല്ലെങ്കിൽ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്ക്. ഈ കാര്യമാണ് ഡിഫൈൻ ഇനേഷ്യ എന്ന് പറഞ്ഞാൽ. റെഡി ആണെങ്കിൽ ഒന്ന് ഗ്രീൻ ടിക്ക് ഇടുക. രണ്ടാമത് ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഫോഴ്സിന്റെ SI യൂണിറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ന്യൂട്ടൺ ആണ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് ഈസ് ന്യൂട്ടൺ. കിലോഗ്രാം എന്നൊന്നും എഴുതി വെക്കല്ലേ മച്ചാമാരെ, വിഷയമാണ്. കിലോഗ്രാം ഒന്നും എഴുതി വെക്കല്ലേ. എന്താണ്? ന്യൂട്ടൺ ആണ്, ന്യൂട്ടൺ. ഓക്കെ, അടിപൊളി. നെക്സ്റ്റ് ചോദ്യം നോക്കി. ഗിവ് വൺ എക്സാമ്പിൾ ഓഫ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ഇനേഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, ഇനേഷ്യ ഓഫ് മോഷൻ ഉണ്ട്. ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, ഇനേഷ്യ ഓഫ് റെസ്റ്റും ഇനേഷ്യ ഓഫ് മോഷനും. ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു, ബസ്സിൽ ഇങ്ങനെ പോവാണ്. അപ്പം ബസ് പെട്ടെന്ന് അത് നിർത്തിയിട്ടുള്ള ബസ്സല്ല കേട്ടോ, നിർത്തിയിട്ടുള്ള ഒരു ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ആക്കും. നമ്മളൊക്കെ മുന്നോട്ടേക്കല്ല ബാക്കോട്ടേക്ക് പോകുന്നില്ലേ. ആ കാര്യമാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്. when a bus start suddenly passenger fall backward is due to inertia of rest. കിട്ടിയില്ലേ? ഇതാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മൂന്നാമത് ചോദ്യം നമ്മൾ ഡീൽ ചെയ്തു. ഇനി 2 മാർക്കിന്റെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, വളരെ ഈസി ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പറയാം. സോ സ്റ്റേറ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ന്യൂട്ടൺസിന്റെ ഫസ്റ്റ് ലോ എന്താണെന്ന് അറിയോ? എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ റെസ്റ്റ് ഓഫ് യൂണിഫോം മോഷൻ ആൻഡ് എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് ഒരു അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നില്ലെങ്കിൽ എല്ലാ വസ്തുവും അവിടെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ നേർരേഖയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യും. സാർ മനസ്സിലായിട്ടുണ്ട്? അതായത് ഞാനിപ്പോ ഒരു ഫുട്ബോളാണെന്ന് വിചാരിക്കാം. ഞാൻ ഈ ഗ്രൗണ്ടിന്റെ സെന്ററിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആരും വന്ന് ചവിട്ടെ ഇങ്ങനെ കിക്ക് ചെയ്യുന്നൊന്നുമില്ല. ഞാനിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു വർഷം ഇവിടെ വെച്ച് കാണുന്ന ഒരു വർഷം ഇങ്ങനെ നിൽക്കൂലേ. ഇസ് ആർ കോൾഡ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. അതായത് ഒരാൾക്ക് ഒരു വെറുതെ ഒരു ബോഡിക്ക് സ്വീപ്പ് ആക്കാൻ ആരും പോയിട്ടില്ലെങ്കിൽ ആർ കോൾഡ് എന്താണ്? ആ ഒരു വസ്തു അവിടെ തന്നെ നിൽക്കും. ആർ കോൾഡ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ഈ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയിൽ തന്നെ വരുന്ന 2 ആൾക്കാരാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്, ഇനേഷ്യ ഓഫ് മോഷൻ. ഓക്കെ, അടിപൊളിയാണ്. ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ടിക്ക് ഇടുക. 4 ക്വസ്റ്റ്യൻ നമ്മൾ ഡീൽ ചെയ്തേ.
അടുത്ത ചോദ്യം നോക്കി, ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സും അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സും എന്താണെന്നറിയോ? റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണെങ്കിൽ അതിൽ മോഷൻ ഒന്നും മാറില്ല. അതായത് ഞാനിപ്പോൾ ഇവിടെ എങ്ങനെ നിൽക്കുകയാണ്, എനിക്ക് ആരും ഒരു ഫോഴ്സ് ഒന്നും തരുന്നില്ല, ഞാനിവിടെ നിൽക്കൂലേ, ഇങ്ങനത്തെ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് ഫോഴ്സ്. ഇനി അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താ? എനിക്ക് ഇവിടുന്ന് ഒരു 10 ന്യൂട്ടൺ ഒരാൾ എന്നെ പ്രസ് ചെയ്യണം, അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് പോകും. ഇവിടുന്ന് ഒരു 100 ന്യൂട്ടൺ ഇങ്ങോട്ട് പ്രസ് ചെയ്യണം, അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് പോകും. ആർ കോൾഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, ഇതാണ് എന്ത്? സന്തുലിത ബലങ്ങളും അതേപോലെ അസന്തുലിത ബലവും തമ്മിലുള്ള വ്യത്യാസം. ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും. ബാലൻസ് ഫോഴ്സ് എന്നാൽ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആയിരിക്കും, അൺബാലൻസ് ഫോഴ്സിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആയിരിക്കില്ല. ഓക്കെ, അതാണ് കിട്ടി. 5 ക്വസ്റ്റ്യൻസ്, 5 മാർക്കിന് 5 ചോദ്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്തു. ഇനി അടുത്ത് നോക്കൂ, വൈ ഡസ് പാസഞ്ചർ ലേൺ ഫോർവേഡ് വെൻ മൂവിംഗ് ബസ് സ്റ്റോപ്പിംഗ് സഡൻലി? ഒരു ബസ് മൂവ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ എന്താണ്? ഇനേഷ്യ ഓഫ് മോഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. ഇനേഷ്യ ഓഫ് മോഷൻ, അതായത് ഒരു വണ്ടി ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നിർത്താൻ ശ്രമിക്കുന്നതിനെ വിളിക്കുന്ന ആ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്നതിനാണ് ഇനേഷ്യ ഓഫ് മോഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ബ്രേക്ക് അടിക്കുന്നു, നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. ഇതാണ് എന്ത്? ദ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി കണ്ടിന്യൂസ് ടു മൂവ് ഫോർവേഡ് വെൻ ബസ് സ്റ്റോപ്പ്. അതായത് നമ്മളാണ് അപ്പർ പാർട്ട് ഓഫ് ബോഡി. ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു, പക്ഷെ പെട്ടെന്ന് ബ്രേക്ക് അടിച്ചപ്പോൾ നമ്മൾ. ഓക്കെ, ജഡത്വം കൊണ്ടാണ് ബസ് നിൽക്കുമ്പോൾ ശരീരത്തിന്റെ മുകൾ ഭാഗം മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നു. ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ബസ് പെട്ടെന്ന് നിർത്താൻ ശ്രമിക്കുന്നത്. 6 ചോദ്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വരും എന്നുറപ്പുള്ള ചോദ്യം മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. 3 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഓക്കെ, എങ്ങനെയുണ്ടാ ലൈവിന്റെ ചാറ്റുകളൊക്കെ എങ്ങനെയുണ്ട് നോക്കണേ. ചാറ്റിലൊക്കെ എന്താണ് നിങ്ങളുടെ റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ? ചാറ്റുകളിലും എന്തൊക്കെയാണ് നിങ്ങളുടെ റെസ്പോണ്ടിങ് കാര്യങ്ങളൊക്കെ നോക്കണം നമ്മൾ. ഓക്കെ, അടിപൊളി. എല്ലാവരും അടിപൊളിയായിട്ട് വർത്താനം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം അവിടെ ശ്രദ്ധിച്ചോ, ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള അടിപൊളി പ്ലാനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഉഷാറാക്കാം. ഈ കാര്യങ്ങൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ ഡീൽ ചെയ്യാനുള്ളത്? പിന്നെ നമുക്ക് അടുത്ത ചോദ്യം 3 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. 3 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടന്നാലോ? ഓക്കെ അല്ലേ നോക്കാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ കിടക്കാൻ പോവാണ്. ഓക്കെ, 3 മാർക്കിന്റെ ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? എക്സ്പ്ലെയിൻ ദ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ഡിറൈവ് എഫ് ഇസ് ഈക്വൽ ടു എം എ. ആ ഡിറൈവ് എഫ് ഈസ് ഈക്വൽ ടു എം എ നിങ്ങൾ വിവരിക്കും. എന്താ ചെയ്യുന്നത്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താണ്? ഫസ്റ്റ് ലോ ഞാൻ പറഞ്ഞു, ഒരു വെറുതെ ഒരു ബോഡിയോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ അതിന്റെ യൂണിഫോം മോഷൻ ഇങ്ങനെ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താ? The rate of change of momentum of the body directly proportional to applied unbalanced force take place direction force. അതായത് ന്യൂട്ടന്റെ രണ്ടാം ചലനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ ആവേഗത്തിൽ ഉണ്ടാവുന്ന മാറ്റനിരക്ക്, റൈറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിൽ ഉണ്ടാവുന്ന മാറ്റനിരക്കും പ്രയോഗിച്ച് അസന്തുലിത ബലത്തിന് നേരെയുള്ള ഒരു അനുപാതത്തിലാണ്. അതായത് നമ്മുടെ ബലത്തിന്റെ ദിശയാണ്. ഇത്ര ഓർത്താൽ മതി. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്തുമായിട്ട്? ഈ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സുമായിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് വെക്കാം? എഫ് ഈസ് ഈക്വൽ ടു എം എ ആയിട്ട് എഴുതി വെക്കാം. ഇതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇനി ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ എഫ് ഈക്വൽ ടു 1/m എന്നൊക്കെ ഇരിക്കുന്നത് ഇൻവേഴ്സ്ലി ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇതാണ്. അപ്പം ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എഫ് എന്താണെന്ന് എഴുതി കൊടുത്താൽ എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇത്ര എഴുതി കൊടുത്താൽ മതി. നമ്മളെ പരിപാടി കാര്യം ഇത്രയും. ഇതാണടാ 7 ചോദ്യം നമ്മൾ ഡീൽ ചെയ്തു. ഇത്രയേ ഉള്ളൂ എന്ത് ചെയ്യാൻ? ഈ ഒരു കാര്യം നമ്മൾ ഡീൽ ചെയ്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എക്സ്പ്ലെയിൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആൻഡ് എഫ് ഈസ് ഈക്വൽ ടു എം എ. ഈ കാര്യം ക്ലിയർ ആണെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിലേക്ക്. എത്ര പേര് ലൈവ് കാണുന്നുണ്ട്? എത്ര പേര് ലൈവ് കാണുന്നുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് എത്ര പേര് ലൈവ് കാണുന്നുണ്ട് നോക്കട്ടെ. യെസ്, ഉഷാറാണ്, അടിപൊളിയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ അടിപൊളി, ഉഷാറാണ്. ഓക്കെ. സോ അപ്പൊ നമ്മൾ 7 ചോദ്യങ്ങൾ ഡീൽ ചെയ്തു. ഇനി ബാക്കി കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് പെട്ടെന്ന് ഡീൽ ചെയ്യാം. ഓക്കെ, ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ കമന്റ് ചെയ്യണം. നോക്കട്ടെ നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ ഇവിടെ ഒരു പേപ്പർ ഉണ്ട്. എന്താ അറിയോ? നമ്മൾ ക്രിസ്മസ് എക്സാം അനുസൃതമായിട്ടാണ് നമ്മൾ നൽകുക. ഇതെന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്തോളൂ. ഇത് നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട എല്ലാ ഇക്വേഷനും ഉള്ള ഒരു പേപ്പറാണ്. ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തെല്ലാം ഇക്വേഷൻ ഉണ്ട്, സെക്കൻഡ് ചാപ്റ്ററിൽ എന്തെല്ലാം ഇക്വേഷൻ ഉണ്ട്, തേർഡ് ചാപ്റ്ററിൽ എന്തെല്ലാം ഇക്വേഷൻ ഉണ്ട്, ഫോർത്ത് ചാപ്റ്ററിൽ എന്തെല്ലാം ഇക്വേഷൻ ഉണ്ട്, ഫിഫ്ത്ത് ചാപ്റ്ററിൽ, സിക്സ്ത് ചാപ്റ്ററിൽ 6 ചാപ്റ്റർ പഠിക്കാനുള്ളൂ. 6 ചാപ്റ്ററിലുള്ള ഓൾ ഇക്വേഷൻസ് ഈ ഒരു ഷീറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. പേടിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തതിലേക്ക് പറയാൻ പോവാൻ ശ്രദ്ധിച്ചോളിട്ടോ. എല്ലാവരും അടുത്തതിലേക്ക് ശ്രദ്ധിച്ചോളി.
ഓക്കെ, അടിപൊളിയായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എടുക്കാം. റെഡി അല്ലേ? നിങ്ങൾ റെഡിയാണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് കിടക്കാൻ നിങ്ങൾ റെഡിയാണോ? ഓക്കെ, കേൾക്കാം. റെഡിയാണോ? നോക്കട്ടെ ചാറ്റ് ഒക്കെ നോക്കാം എന്താ അവസ്ഥ. യെസ്, 11 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ 7 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് വരുന്നാലും നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്നൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ദെൻ നെക്സ്റ്റ് പാർട്ട്, നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ 8ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം അല്ലേ? 8ാമത്തെ ചോദ്യം, വാട്ട് ഈസ് മൊമെന്റം? എന്താണ് മൊമെന്റം എന്ന് പറഞ്ഞാൽ? എന്താണ് ആവേഗം എന്ന് പറഞ്ഞാൽ? ആവേഗം, മൊമെന്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഇപ്പൊ തന്നെ പഠിച്ചു. പി ഈസ് ഈക്വൽ ടു എം വി, മാസ് വെലോസിറ്റി തമ്മിലുള്ളൊരു അനുപാതമാണ്. എന്താണ് മൊമെന്റം? ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് എ ബോഡി. എന്താണ് മൊമെന്റം? ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് എ ബോഡി. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എന്താ? ഫോർമുല എന്താ? ഫോർമുല പി ഈക്വൽ ടു എം വി എന്നാണ്. ഇതിന്റെ യൂണിറ്റോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ യൂണിറ്റ്. പഠിച്ചു വെച്ചിട്ടില്ല? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. നമ്മുടെ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്, അതിന്റെ യൂണിറ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഇപ്പൊ തന്നെ കമന്റ് ചെയ്ത് ഇപ്പൊ തന്നെ പഠിച്ചോ. നിങ്ങൾക്ക് 1 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 2 മാർക്കിനും 3 മാർക്കിനും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കിട്ടി എന്ന് ഞാൻ കരുതുന്നു. റെഡി അല്ലേ? സെറ്റ് ആണല്ലേ? ഓക്കെ, അടിപൊളി. മൊമെന്റം എന്ന് പറഞ്ഞാൽ പഠിച്ചു. ദെൻ നെക്സ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡേഞ്ചറസ് ടു ജംപ് ഔട്ട് ഓഫ് എ മൂവിങ് ബോഡി? അല്ലെങ്കിൽ ഒരു ചലിച്ചു കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് നേരെ നമ്മൾ എടുത്ത് പുറത്തേക്ക് ചാടുമ്പോൾ, നേരെ എടുത്ത് പുറത്തേക്ക് ചാടുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക എന്ന് ചോദിച്ചത്. ഡ്യൂ ടു ഇനേഷ്യ ഓഫ് മോഷൻ. ഇവിടെ ഇനേഷ്യ ഓഫ് മോഷൻ ആണ് ചോദിച്ചത്. ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണോ? അല്ല. ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണെങ്കിൽ എന്താ, ഒരു നിർത്തിയിട്ടുള്ള ബസ്സിൽ നിന്ന് പുറത്ത് ചാടുകയാണെങ്കിൽ നമുക്ക് ഇനേഷ്യ ഓഫ് റെസ്റ്റ് പറയായിരുന്നു. പക്ഷേ ഒരു മൂവിങ് ബസ് ഇവിടെ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അണ്ടർലൈൻ ചെയ്യാം. മൂവിങ് ബസ്. ഓക്കെ, അണ്ടർലൈൻ ബസ്. ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടണം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ നിന്ന് നേരെ പുറത്തേക്ക് എടുത്ത് ചാടണം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി എന്തുകൊണ്ട്? ഡ്യൂ ടു ഇനേഷ്യ ഓഫ് മോഷൻ ദ ഫീറ്റ് സ്റ്റോപ്പ് ഓൺ ടച്ചിങ് ദ ഗ്രൗണ്ട്. ജഡത്വം കൊണ്ടാന്ന് പറഞ്ഞു. അതായത് ഇനേഷ്യന്റെ എന്താ അറിയോ? ജഡത്വം. അവിടെ നിങ്ങൾക്ക് മാസിന്റെ മലയാളം എന്താണെന്ന് അറിയോ? മാസിന്റെ മലയാളം ആർക്കെങ്കിലും പറയാൻ പറ്റും? ആരെങ്കിലും പറയോ മാസിന്റെ മലയാളം എന്താ? വേറെ കുറെ ഇതാണ്. നോക്കട്ടെ, മാസിന്റെ മലയാളം ആർക്കെങ്കിലും പറയട്ടെ. മാസിന്റെ മലയാളം, മാസിന്റെ മലയാളം ആരെങ്കിലും പറയൂ? നോക്കുക. ഇല്ലേ, ഞാൻ പറയാം. മാസിന്റെ മലയാളം അവിടെ സിമ്പിൾ ആണ്. നിങ്ങൾ കേട്ടാ നിങ്ങൾ ചിലപ്പം ചിരിക്കും, ചിലപ്പം മറ്റെന്തെങ്കിലും. ഓക്കെ, നോക്കി എന്താണ് ആർക്കെങ്കിലും അറിയോ? ജഡത്വം അല്ല, മാസിന്റെ മലയാളം മീനിങ് അറിയില്ലേ? മാസിന്റെ മലയാള മീനിങ് അറിയില്ല. നോക്കട്ടെ, മാസിന്റെ മലയാളം മീനിങ് സിമ്പിൾ ആണ്. ഈസി 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 എന്നൊക്കെ പറയണ വരിക. മാസിന്റെ മലയാളം മീനിങ് നോക്കാം, നമ്മൾ ഡീൽ ചെയ്യാം. മാസിന്റെ മലയാളം മീനിങ്, എടാ മാസിന്റെ മലയാളം മീനിങ് എന്നാണ് പറയുന്നത് പിണ്ടം എന്നാണ് പറയുന്നത്. എങ്ങനെ? പിണ്ടം. പിണ്ടം, ആനപ്പിണ്ടം അല്ല, വെറും പിണ്ടം. മാസിന്റെ മലയാളം മീനിങ് ആണ് പിണ്ടം. ഓക്കെ, ഇതാണ് ഇതിന് ജസ്റ്റ് നടന്നിരുന്നു. ഞാൻ ഇപ്പോഴത്തെ അറിയുന്നത് മാസിന്റെ മലയാളം മീനിങ് പിണ്ടമാണ്. സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ക്ലാസ് എടുക്കും. എനിക്ക് തോന്നുന്നു ആ +1 ആ ചാപ്റ്റർ ഒന്ന് ലൈവ് പോകുന്നില്ലേ? മറ്റേ ടൈമിലാണ് നമ്മൾ എല്ലാം നമ്മൾ ലൈവ്. ഓക്കെ, റെഡിയാണ്. അപ്പം മൂവിങ് ബസ് ഞാൻ പറഞ്ഞു. ഞാൻ ഈ ചോദ്യത്തിലേക്ക് തന്നെ ബാക്കി വരാം. ജഡത്വം കൊണ്ട് കാലുകൾ തറയിൽ തൊടുമ്പോൾ നിൽക്കുമെങ്കിൽ ശരീരത്തിന്റെ മുകൾ ഭാഗം മുന്നോട്ട് നീങ്ങി വീഴാൻ കാരണമാകുന്നു. ഒന്നുകൂടി. ഒരു ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തു ഒരു മോഷനിലാണ്. മോഷൻ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് എടുത്ത് ചാടുമ്പോൾ നമ്മളെ കാല് നിലത്ത് നിൽക്കും, കാല് നിലത്ത് കുത്തും. പക്ഷേ നമ്മൾ ബാക്കിയുള്ള പാർട്ടിൽ അപ്പർ പാർട്ടൊക്കെ ഉണ്ടാവും, മൂവിങ്ങിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നിലത്തേക്ക് എടുത്ത് വെക്കും. ആർ കോൾഡ് ഇനീഷ്യ ഓഫ് മോഷൻ. ഇപ്പൊ കത്തിയോ? ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജനറൽ നോളജ് പരിശോധിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കാൻ സാധ്യത കൂടുതൽ എനിക്കിവിടെ കാണപ്പെടുന്നുണ്ട്. എന്റെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ പറയുന്നുണ്ട്. ഓക്കെ, പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചോ. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചു. നെക്സ്റ്റ് പാർട്ട് 4 മാർക്കിന്റെ ഒരു ബെടാ ചോദ്യം. 4 മാർക്കിന്റെ ബെടാ ചോദ്യം. ഓക്കെ, 4 മാർക്കിന്റെ ചോദ്യം നമുക്ക് ഡീൽ ചെയ്യാം. 4 മാർക്കിന്റെ ചോദ്യങ്ങൾ ഡീൽ ചെയ്യാൻ പോവാണ് നമ്മൾ. ഓക്കെ, അടിപൊളിയാണ്.
അവിടെ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുമ്പോൾ ഒന്ന് മാക്സിമം അടിപൊളിയായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ എന്ത് അടിപൊളിയായിരിക്കും. ഒന്ന് മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള നിങ്ങളുടെ നിങ്ങൾ ഒരു ഹെൽപ്പ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഓൾറെഡി അറിയാം, നമ്മുടെ യൂട്യൂബിൽ പാർട്ണർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ക്രൈറ്റീരിയ ഇല്ലേ, മോണിറ്റൈസേഷൻ എന്ന ക്രൈറ്റീരിയ, അത് നമ്മൾ കംപ്ലീറ്റ് ആവാറ്. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യാൻ നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് നമ്മൾ ഇടുന്ന ലൈവുകളും വീഡിയോകളൊക്കെ ഒന്ന് മുഴുവനായിട്ട് കണ്ടാൽ മതി. ക്രിസ്മസ് എക്സാമിന് അതോടൊപ്പം 2 ഉപകാരമുണ്ട്. എനിക്ക് ഉപകാരമുണ്ട്, നിങ്ങൾക്ക് ഉപകാരമുണ്ട്. ഞാൻ ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാം, അതേപോലെ എനിക്കും ഈ ഒരു പാർട്ണറിലേക്കും എന്ത് ചെയ്യാം, അംഗമാവും. അതോടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സൂപ്പറായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നമ്മൾ എടുക്കുന്ന വീഡിയോകളൊക്കെ ഒന്ന് മുഴുവനായിട്ട് കണ്ടാൽ മതി. ഇനി ഇൻ കേസ് ഒന്നുകൂടി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടോ, ഒരു കുഴപ്പമില്ല. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ കാര്യം ചെയ്താൽ ഞാൻ വേറെ ഒരു പൈസ ഇടപാടും ഒരു പണം ഇടപാടും ഒന്നും ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്നില്ല. ഈ ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഓക്കെ, നിങ്ങളത് റെഡിയാക്കി തരൂലേ? നിങ്ങൾ അത് റെഡിയാക്കി തരുമോ? നിങ്ങൾ അതെനിക്ക് റെഡിയാക്കി തരുമോ മച്ചാൻ? നിങ്ങൾ അതെനിക്ക് റെഡിയാക്കി തരുമോ? റെഡിയാണോ? എന്താണ് അവസ്ഥ? നമ്മളിനി ന്യൂട്ടന്റെ 3ാമത്തെ ചാനലിൽ നിന്ന് 3ാമത്തെ ലോയിലേക്ക് നമ്മൾ കിടക്കാൻ പോവാൻ. ഓക്കെ, റെഡിയാണോ? ഷാറാണോ? അടിപൊളിയല്ലേ? എന്നിട്ട് മനസ്സിലാവുന്നില്ലേ ഇന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാൻ നോക്കട്ടെ. എന്താണ് അവസ്ഥ? ഹായ് സാർ. ഓക്കെ, ഹായ്. അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ട് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ഒക്കെ നമ്മൾ തരും, പേടിക്കേണ്ട ആവശ്യമില്ല. ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ നിങ്ങൾക്ക് ലൈവ് തന്നെയായിട്ട് തരും. ഡോണ്ട് വറി, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ആ ഒരു പാർട്ട് കഴിഞ്ഞു. സൂപ്പർ അല്ലേ? ഓക്കെ, അടിപൊളി, സെറ്റ്. 4 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് നമുക്ക് 10ാമത്തെ ചോദ്യമാണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യാൻ പോകുന്നത്. 10ാമത്തെ ചോദ്യം നമുക്ക് മെല്ലെ പോകാം. അതായത് സ്റ്റേറ്റ് ദ എക്സ്പ്ലെയിൻ ന്യൂട്ടൺ തേർഡ് ലോ ഓഫ് മോഷൻ ആൻഡ് 2 എക്സാമ്പിൾസ്. ഞാൻ പറയാം. അതായത് ഒന്ന് ശ്രദ്ധിച്ചോട്ടോ, ഞാനിവിടെ ഇങ്ങനെ ആരെയും ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ നിൽക്കാം. ഏതോ ഒരാൾ വന്നിട്ട് ചെള്ളക്ക് എന്റെ കരണൊക്കെ ഒന്ന് തന്നാൽ നമ്മൾ അവിടെ നോക്കിക്കാണോ, അല്ലെ തിരിച്ചൊന്ന് കൊടുക്കും. ഡെഫിനറ്റ്ലി തിരിച്ചൊന്ന് കൊടുക്കും. അതെന്താണ്? അത് നമ്മുടെ ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം. നമ്മളിപ്പോ വെറുതെ നിൽക്കുന്ന ഒരാളെ വെറുതെ വന്നൊരു ഒന്ന് കരണക്ക് തല്ലാണ് നമുക്ക് ദേഷ്യപ്പെട്ട് തിരിച്ചൊന്ന് കൊടുക്കും. ആ ഒരു കാര്യം തന്നെ ഏതൊരു പ്രവർത്തനം, ഏതൊരു ആക്ഷനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത് ന്യൂട്ടന്റെ തേർഡ് ലോ പറയുന്നത്. For every action there is an equal and opposite reaction. ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ അത് കിട്ടിയോ? ഇത്ര എളുപ്പം. എന്താണ്? ഓരോ പ്രവർത്തനത്തിനും തുല്യവും എതിർവശവുമായിട്ട് നമ്മുടെ ഒരു പ്രതിപ്രവർത്തനവും ഉണ്ട്. അതുപോലെ ന്യൂട്ടൻസ് തേർഡ് ലോ ഒരു 2 എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. നടക്കുമ്പോൾ നാം തറയെ തൊട്ട് തള്ളുന്നു, പ്രവർത്തനമാണ്. നാം നടക്കുമ്പോൾ നമ്മൾ തറയെ തൊട്ട് ഇങ്ങനെ തള്ളുന്നു. തറ നമ്മളെ മുന്നോട്ടേക്ക് തള്ളുന്നു. ഇതെന്താണ്? അതൊരു റിയാക്ഷൻ, ഒരു തേർഡാണ്, ഒരു 3ാമത്തെ ലോ നമ്മളിവിടെ യൂസ് ചെയ്യും. നമ്മൾ പോലും വിചാരിക്കുന്നില്ലേ. ഇനി റോക്കറ്റിൽ ചൂടുള്ള വാതകങ്ങൾ താഴോട്ടേക്ക് പുറത്ത് നിക്ഷേപിക്കുമ്പോൾ അത് പ്രവർത്തനമാണ്. ആൻഡ് റോക്കറ്റ് മുകളിലേക്ക് പോകുന്നു, അത് പ്രതിപ്രവർത്തനമാണ്. കാണലില്ലേ നമ്മുടെ ISRO ഒക്കെ നല്ലൊരു റോക്കറ്റ് ഒക്കെ പറക്കുമ്പോൾ ഒരു നല്ല കുറെ വാതകങ്ങൾ ഒരു തീയൊക്കെ പോലെ ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ വരുന്നു. ആൻഡ് റോക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ആ തീ താഴോട്ടേക്ക് വരുന്നതാണ് പ്രവർത്തനം, റിയാക്ഷൻ. ആൻഡ് അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് റോക്കറ്റ് മുകളിൽ. കിട്ടിയോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എടുക്കാം. അടുത്ത പാർട്ടിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഡയറക്റ്റ് ആവും. റെഡി അല്ലേ? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതും. 4 മാർക്കിന്റെ. ചിലപ്പോൾ ഈ ചോദ്യം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ. ഇവിടെ ഒരു ഡെറിവേഷൻ ആണ്. ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ്. ഇത് ഞങ്ങൾക്ക് കേട്ടോ, ഞങ്ങൾക്ക് ഏതായിരുന്നത്? റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ മൊമെന്റം ആൻഡ് ടോർക്കും ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള. ഓക്കെ, നിങ്ങൾക്കില്ല. സോ അത് +1 പഠിക്കും. ടോർക്കും അടിപൊളി സാധനമാണ്. ടോർക്കിന്റെ ടോക്ക് ഉണ്ട്. ടോർക്ക് എന്നാണ് പറയാം, നമ്മൾ വാതിൽ തുറക്കൂലേ, ആ തുറക്കൂടെ കേസാണ് ടോർക്ക്. സോ അതൊക്കെ ഔട്ട് ഓഫ് ദി സിലബസ് ആണ്. നമ്മുടെ സിലബസിലേക്ക് റീഡയറക്റ്റ് ആവും. നോക്ക്, റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, എക്സാം ടഫ് ആക്കുകയാണെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. എന്താ പറയണ അറിയോ? നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കിക്കോ. ഇവിടെ നോക്കിക്കോ.
ഒന്ന് നമ്മളിവിടെ മൊമെന്റത്തിന് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഓൾറെഡി ഈ ലൈവിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പി ഈക്വൽ ടു എം വി ആണ്, മാഷും വെലോസിറ്റി തമ്മിലുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും കണ്ടുപിടി. ഇനീഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും അറിയാം. ഇനീഷ്യൽ യൂസ് ചെയ്യുന്ന ലെറ്റർ യു ആണ്, ഫൈനൽ യൂസ് ചെയ്യുന്ന ലെറ്റർ ബി ആണ്. അപ്പൊ എം വി എം യു, ഇനീഷ്യൽ വൈ ഫൈനൽ വൈ. യെസ്, അതാണ് ഇവിടെ പറഞ്ഞത്. ഇനീഷ്യൽ മൊമെന്റം എം യു, ഫൈനൽ മൊമെന്റം എം വി. ഇനി അവയുടെ ചേഞ്ച്, അവയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എം വിയിൽ നിന്ന് എം യു മൈനസ് ചെയ്യല്ലേ, അങ്ങനല്ലേ? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യല്ലേ, എം വിയിൽ നിന്ന് എം യു മൈനസ് ചെയ്യുക. അപ്പൊ അതിന്റെ ചേഞ്ച് എന്ന് കൂടി കിട്ടി. ഇനി റേറ്റ് ഓഫ് ചേഞ്ച്, ഒരു റേറ്റ്, ഒരു നിരക്ക് കണക്കാക്കണമെങ്കിൽ അതിന്റെ ചേഞ്ച് ഡിവൈഡ് ബൈ ടൈം അല്ലേ? ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ ഒരു മൊമെന്റം എപ്പോഴാണ് ചേഞ്ച് ആവുന്നത്? അപ്പം എം വി മൈനസ് എം യു ഡിവൈഡ് ബൈ ടി എന്നിട്ടൂടെ. ആൻഡ് ഹിയർ ഞാൻ ഇവിടെ എഴുതി വെക്കാണ്, നോക്കിക്കോ, ശ്രദ്ധിച്ചോളി. എം വി എം യു ആയിപ്പോയില്ലേ, എം വി മൈനസ് എം യു ഡിവൈഡ് ബൈ ടി. ഇനി ഹിയർ ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ? ഇവിടെ എമ്മിനെ മാസ് രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ടുള്ളത് എം ആണ്. ആ എമ്മിനടുത്തേക്ക് പുറത്തേക്ക് ഇടാം, എമ്മിനടുത്ത് പുറത്തേക്ക് ഇടാം. ഞാനിവിടെ ഇതാണ് ഈക്വൽ ടു എമ്മിനെ എടുത്ത് പുറത്തേക്ക് ഇട്ടു ആൻഡ് വി മൈനസ് യു ബൈ ടി. എടാ, ഈ വി മൈനസ് യു ബൈ ടി എവിടെയോ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ. കഴിഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ആക്സലറേഷൻ ഇക്വേഷൻ അതായത് വി മൈനസ് യു ബൈ ടി. അപ്പൊ നമ്മൾ ഒന്നും ചെയ്യാനില്ല, ഈ എം ഇവിടെ കട്ടെ, എം ഇവിടെയുണ്ട്, എ ഇവിടെയുണ്ട്, എ ഈ ഒരു വി മൈനസ് യു ബൈ ടി സ്ഥാനത്ത് എ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? എം എ കെട്ടില്ലേ? യെസ്, ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. ഇത്രയുള്ള ഡെറിവേഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? മൊമെന്റത്തിന്റെ കേസിലേക്ക് വന്ന് മൊമെന്റത്തിനെ കൺസിഡർ ചെയ്ത് മൊമെന്റത്തിൽ നിന്ന് നമ്മൾ ഫോഴ്സിലേക്ക് എത്തേണ്ടതില്ലേ. അപ്പൊ മൊമെന്റം നമ്മൾ ചെയ്തു നോക്കി പി ഈക്വൽ ടു എം വി ആണ്. ആ പി ഈക്വൽ ടു എം വി ഇനീഷ്യലും ഫൈനലും ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്ത്. എങ്ങനെ ഇനീഷ്യലും ഫൈനലും ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത്, ഇനീഷ്യലും ഫൈനലും ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ അതിന്റെ ഒരു റേറ്റ് ഓഫ് ചേഞ്ച്, മാറ്റത്തിന്റെ നിരക്ക് കാണാൻ വേണ്ടി, റേറ്റ് കാണാൻ വേണ്ടി എം യു അല്ലെങ്കിൽ എം വി മൈനസ് എം യു, അവസാനത്തെ ആവേഗത്തിൽ നിന്ന് ആദ്യത്തെ ആവേഗം മൈനസ് ചെയ്തു. അപ്പോൾ അതിനൊരു റേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഡിവൈഡ് ബൈ ടൈം കൊടുക്കുമ്പോൾ ഹിയർ അവിടെ രണ്ടിലും കോമൺ ആയി കാണപ്പെടുന്നത് എം ആണ്. ആ എമ്മിനെടുത്ത് പുറത്തേക്ക് ഇട്ട് വി മൈനസ് യു ബൈ ടി എന്നിട്ടപ്പോൾ വി മൈനസ് യു ബൈ ടി നമ്മൾ ഓൾറെഡി സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച ആക്സിലറേഷൻ എന്ന് പറയും. ആ ആക്സിലറേഷൻ എന്ത് ചെയ്തു? ആ എമ്മിനെ തൊട്ടപ്പുറത്ത് ആ ഒരു പ്ലേസിൽ ആ വലിയൊരു വി മൈനസ് യു ബൈ ടിന്റെ സ്ഥാനത്ത് എ ടു. അപ്പോൾ ഹിയർ എഫ് ഈസ് ഈക്വൽ ടു എം എ. യു ഷുഡ് നോ. റെഡിയല്ലേ? മനസ്സിലായില്ലേ? അണ്ടർസ്റ്റാൻഡ് ആയില്ലേ? ഇത്രയുള്ളതാണ് ഈ ഒരു ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ. സോ വളരെ ഈസിയാണ്, സിമ്പിൾ ആണ്, ബട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഡെറിവേഷനുമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അടിപൊളി. കിട്ടി. നെക്സ്റ്റ് പാർട്ട് നോക്കാം. നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിലേക്കാണ് ഞാൻ ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് കിടക്കാം. നെക്സ്റ്റ് ഭാഗം റെഡിയല്ലേ? ഓക്കെ, റെഡിയാണ്. എല്ലാവരും ഇവിടെ അടിപൊളിയായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എടാ സാർ ലൈവ് എന്ത് ചെയ്യണം? 23 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇപ്പൊ ഒരു കുറച്ച് ചോദ്യം കൂടി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം. ഓക്കെ, റെഡിയല്ലേ? സോ സെറ്റായിട്ട് റെഡി ആയിട്ട്. അടിപൊളി. ഓക്കെ, സെറ്റാണ്. ദെൻ നെക്സ്റ്റ് ചോദ്യങ്ങളിലേക്ക് നമുക്ക് എടുക്കാം. വാട്ട് ഈസ് ഇമ്പൾസ്? എന്താണ് ആഘാതം? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ അറിയോ? നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സ് അത് എത്ര സമയത്തിനുള്ളിലാണ് ഇമ്പൾസ്? മനസ്സിലായില്ല. ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. ഇത് ആവേഗത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് തുല്യമാണ്. അതായത് ഇത്രയേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ഈ ഒരു ഇമ്പൾസും അതേപോലെ മൊമെന്റത്തിന് ചേഞ്ച് നമ്മൾ സെയിം ആണ്. അതായത് ഇമ്പൾസ് കാണുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്ര രീതിയിലാണ് ഫോഴ്സ് കൊടുക്കുന്നത് ആർ കോൾഡ് ഇമ്പൾസ് എന്ന് പറയാം. ഇതെന്താണ്? എം വി മൈനസ് എം യു നേരെ ഈക്വൽ ആണെന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് വാട്ട് ഈസ് ഇമ്പൾസ്. റിലേറ്റഡ് മൊമെന്റം, ഇത് മൊമെന്റുമായിട്ട് റിലേറ്റ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചേഞ്ച് കാണണമെങ്കിൽ എം വി മൈനസ് എം യു. ഡൺ വിത്ത് ലേണിംഗ് ടൈം. ഈ കാര്യമാണ്. ഇതാണടാ, കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടാ, നമുക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. റെഡിയല്ലേ? സൂപ്പർ അല്ലേ? ഓക്കെ, അതും നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ക്രാക്ക് ചെയ്തു. ഓക്കെ, നോക്കട്ടെ എന്തെന്നുണ്ടെങ്കിൽ റെസ്പോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഓക്കെ, സൂപ്പറാണ്. എല്ലാവരും അടിപൊളിയായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു റെസ്പോണ്ടിങ് ആണ് നമുക്ക്
വേണ്ടത്. ഓക്കെ, സെറ്റ്, റെഡി അല്ലേ? അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് ഏകദേശം കഴിയാറായി. എന്നാലും നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത്, അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. സൂപ്പർ. ഇനി മറ്റേ വേണ്ടിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാം. പറഞ്ഞോളി, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പെട്ടെന്ന് ചോദിച്ചോളി. ഓക്കെ, ഞാൻ മറ്റേ ലാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ, എന്നിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റല്ലേ, റെഡി അല്ലേ? വേറെ ഒന്നും ചോദിക്കാനൊന്നുണ്ടോ? ചോദിച്ചോളി, സമയമുണ്ട്. ചോദിച്ചോളി, എന്തുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. അതിലുള്ള ഒരു ഓപ്ഷൻ നമ്മളിവിടെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൺ. ഈ ഒരു ചോദ്യം നമ്മൾ സോൾവ് ചെയ്തു. ഡൺ, സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിലേക്ക് വരാം. നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് തന്നെ വരണം നമ്മൾ, അല്ലേ? നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് എടുക്കാം. എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ഇല്ലടാ, അരമണിക്കൂറായിട്ടുള്ളൂ. ക്ലാസ് തുടങ്ങിയിട്ട് അരമണിക്കൂറായിട്ടേ ഉള്ളൂ. നമ്മളെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ലൈവ് അല്ലേ ഇത്? എല്ലാവരിലേക്കും നിങ്ങളുടെ കൂട്ടുകാരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ലൈവ് ഒക്കെ ഇത്രയും മുമ്പേ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? മാക്സിമം ഉഷാറായിട്ട് എല്ലാവരിലേക്കും പറഞ്ഞ് കൊടുക്കണം, പറഞ്ഞ് എത്തിച്ച് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, സെറ്റ്. സാറേ എവിടെ പോവാൻ പറയാം? ഞാനിവിടെ ഞാനിപ്പോൾ വരും, ഞാനിപ്പോൾ ഓണാക്കി കൊണ്ടിരിക്കാം. ഓക്കെ, സൂപ്പറാണ്, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതാണ്. സോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കത്തിയിട്ടുണ്ട് ഇല്ലേ? ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അടിപൊളി, സുഷാറാണ്. യെസ്, ഹിയർ ഐ ആം ഓപ്പണിംഗ് ലാപ്ടോപ്പ്. ഓക്കെ, അടിപൊളി. കോർഡിനേറ്റ് ട്രിഗണോമെട്രി. ഓക്കെ, എല്ലാവർക്കും ട്രിഗണോമെട്രി വേണമെന്നാണ് പറയുന്നത്. ട്രിഗണോമെട്രിയുടെ ലൈവ് സ്പെഷ്യലായിട്ട് കോൺഫിഗർ ചെയ്യേണ്ടി. ഓക്കെ, അവിടെ ഞാനിവിടെ ഉണ്ട്, എട്ടും പോയിട്ടില്ല കേട്ടോ, എട്ടും പോയിട്ടില്ല, നമ്മളിവിടെ തന്നെ ഉണ്ട്. ഓക്കെ, where is my post tab? ഓക്കെ, എടാ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. പോസ്റ്റ് ഇട്ടപ്പോൾ അവൾ പറഞ്ഞല്ലേ, ഞാൻ ചോദിച്ചു ഏത് ക്ലാസ്സിനാണ് കൂടുതൽ ക്ലാസ് വേണ്ടത് ചോദിച്ചു. അപ്പൊ പറയുന്നത് SSLC-യും അതേപോലെ +1 സെയിം ആണ്. ആൻഡ് കൂടുതൽ ഫസ്റ്റ് ഏതാണല്ലോ 9ാം ക്ലാസ് നിങ്ങളാണ്. 9ാം ക്ലാസ്സിനാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്, പിന്നെ 10ാം ക്ലാസ്സിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, എനിവേ ആൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ചാനലിൽ തോന്നെ ആൾക്കാരുള്ളത് 9ലാണ് എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ 9 ഒരുപാട് ക്ലാസ്സുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഡൺ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാൻ പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, 5 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് തല വെച്ച് നോക്കാം. 5 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് നമുക്ക് തല വെച്ച് നോക്കാം. ഓക്കെ, സോ ECTC എന്ന് പറയുന്നത് അത് തന്നെ നോക്കാം. എക്സ്പ്ലെയിൻ ഓൾ 3 ലോസ് ഓഫ് മോഷൻ വിത്ത് ഡെയിലി ലൈഫ് എക്സാമ്പിൾ. നമുക്ക് എല്ലാത്തിന്റെയും ഡെയിലി ലൈഫ് ആയി നമ്മൾ മൂന്ന് ലോ പഠിച്ചു. ന്യൂട്ടന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പഠിച്ചു. ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നമ്മൾ ഡെയിലി ലൈഫിൽ വെക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടോ അതിന് 5 മാർക്ക് കിട്ടി. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനേഷ്യ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ഇനേഷ്യ അല്ലേ. അപ്പൊ എന്താ നമ്മളൊരു ടേബിൾ, നമ്മളിപ്പോ പഠിക്കുന്ന ടേബിൾ ഒരു ബുക്ക് അവിടെ വെച്ചേക്കാണെങ്കിൽ അത് 10 വർഷം കഴിഞ്ഞാൽ ആ ബുക്ക് അവിടെ തന്നെ അല്ലേ, എടുത്തില്ലെങ്കിൽ എടുക്കൂലെന്ന് വിചാരിക്കാം, അത് അവിടെ തന്നെ അല്ലേ. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് എക്സാമ്പിൾ ആണ്. എ ബുക്ക് ഓൺ ദ ടേബിൾ സ്റ്റേസ് അറ്റ് റെസ്റ്റ് അൺബാലൻസ്ഡ് പൊസിഷൻ. അടുത്തത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, F = ma വരുന്നത് പ്രകാരം പുഷിംഗ് ലൈറ്റ് കാർട്ട് വേഴ്സസ് ഹെവി കാർട്ട്. പ്രൊപ്പോർഷനുകൾ അതായത് കുറഞ്ഞ കാർട്ടും കൂടിയ കാർട്ടും തമ്മിലുള്ള ബന്ധം അല്ലെ, കുറഞ്ഞ കാർട്ടും കൂടിയ കാർട്ടും തമ്മിലുള്ള ബന്ധം. ഇനി മൂന്നാമത്തേതിന്റെ ആക്ഷനും റിയാക്ഷനും, ഒരു പ്രവർത്തനം നടക്കുകയാണെങ്കിൽ അതിന് ആക്ഷനും അതിന് റിയാക്ഷനും ഉണ്ടാകുക പറഞ്ഞില്ലേ. യെസ്, അപ്പൊ എന്താണ്, സ്വിമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് നീന്തി കൂടെ വെള്ളം ബാക്കോട്ടേക്ക് വരും. യെസ്, എന്താണ്, റെഡി അല്ലേ? സിമ്പിൾ അല്ലേ ഇതൊക്കെ? എക്സ്പ്ലെയിൻ ന്യൂട്ടന്റെ തേർഡ് ലോ. ഓക്കെ, അടിപൊളിയായിട്ട്
പക്ക ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ് പാർട്ടിലേക്ക് വരാം. നെക്സ്റ്റ് പാർട്ട് ഒരു പ്രോബ്ലം, ആക്സിലറേഷൻ കാണാനും അതേപോലെ ഫോഴ്സ് കാണാനുള്ള ഒരു പ്രോബ്ലമാണ്. ചോദ്യം വായിച്ചു നോക്കാം. കാറിന്റെ മാസ് 1200. അപ്പൊ നമ്മൾ കിട്ടിയ കാര്യങ്ങളൊക്കെ സൈഡിൽ എഴുതി വെച്ച് പഠിക്കണം. എം സി കാറിൻ്റെത് ഇവിടെ തന്നിട്ടുണ്ട് 1200 എന്ന് തന്നിട്ടുണ്ട്. 1200 തന്നിട്ടുണ്ട്. ആൻഡ് ഫ്രം 10 മീറ്റർ സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് യു ബി എന്ന് പറയുമ്പോൾ എന്താണ്, ബി എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈനൽ ആണ്. യു എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ആണ്. ഇനീഷ്യൽ എത്ര എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നാണ്. അപ്പം യു ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. ഫൈനൽ ഈക്വൽ ടു 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ഇടയിൽ ഒരു 5 സെക്കൻഡ് 5 സെക്കൻഡിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. സെക്കൻഡ് ഈക്വൽ ടു അല്ലെങ്കിൽ ടൈം ഈക്വൽ ടു അല്ലേ, ഓക്കെ, ടൈം ഈക്വൽ ടു 5 സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ, കാൽക്കുലേറ്റ് ഫോഴ്സ് അപ്ലൈഡ്. ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് പോകാം. ഇക്വേഷൻ ഏതാണ്, എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ആ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ചെക്ക് ചെയ്തു, മാസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഒരു കാറിന്റെ മാസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 1200 തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ആക്സിലറേഷൻ തന്നിട്ടുണ്ടോ നമുക്ക്? ഇല്ല സർ, ആക്സിലറേഷൻ തന്നില്ല. ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ട ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ സിമ്പിൾ. ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ നോക്കിയപ്പോൾ ആക്സിലറേഷൻ കാണാനുള്ള v മൈനസ് u ബൈ ടി നമ്മുടെ ഏരിയയിലേക്ക് u. ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ v മൈനസ് u ബൈ ടി, ഫൈനൽ നിന്ന് ഇനീഷ്യൽ മൈനസ് ചെയ്ത് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. v മൈനസ് u ബൈ ടി. അപ്പൊ സമയം ഇതാ നമ്മൾ ഈ എഴുതി വെച്ച ഭാഗത്തേക്ക് വന്നു. സമയം ഇവിടെ തന്നിട്ടുണ്ട്, ഫൈനലും തന്നിട്ടുണ്ട്, ഇനീഷ്യലും നമ്മൾ തന്നിട്ടുണ്ട്. അപ്പൊ ആക്സിലറേഷൻ കണ്ടെത്തിക്കൂടെ? 2 സ്റ്റെപ്പ് ചെയ്താൽ മതി. നേരെ ഇങ്ങനെ പിടിക്കുന്നത് നമ്മൾ ഇങ്ങനെ വന്ന് പിടിക്കണം, അത്രയേ ഉള്ളൂ. നേരെ വാല്യൂ സബ് ചെയ്യണം. എ ഈക്വൽ ടു വി എത്രയാണ്, 30 ആണ്. 30ൽ നിന്ന് 10 മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 5 കൊണ്ട് ഹരിക്കുക. എന്ത് കിട്ടും? 20 ഡിവൈഡഡ് ബൈ 5. 4 അല്ലേ? 4. ആൻസർ 4 എന്ന് കിട്ടും. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. നമുക്ക് എങ്ങനെ ഫൈനൽ ആയിട്ട് എന്ത് കിട്ടി? 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ഹിയർ എഫ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ഇനി എഫ് ഈക്വൽ ടു എം 1200 ആണെന്നറിയില്ല, കാറിന്റെ മാസം 1200 ആണെന്നറിയാം. അപ്പോൾ 1200 ഇൻറ്റു 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ, 4 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കിട്ടുന്ന ഒരു ആൻസർ ആണ് എഫ് ഫോഴ്സ് ഈക്വൽ ടു 4800 ന്യൂട്ടൺ ആണ്. 4800 ന്യൂട്ടൺ. ഇതാണടാ ഈ ഒരു പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം നോക്കിയതാണ്. ഇത്രയേ ഉള്ളൂടാ ഈ ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ. കിട്ടിയില്ലേ? അടിപൊളിയായിട്ട് കിട്ടിയില്ല. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയോ? എന്താണ് അവസ്ഥ? ഓക്കെ, സൂപ്പർ ആണോ? അടിപൊളിയല്ലേ? സെറ്റല്ലേ? റെഡിയല്ലേ? ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, സൂപ്പർ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എൻ്റെ ഭാഗത്ത് ഒരു ട്രയാങ്കിൾ ഞാൻ പറഞ്ഞില്ല. എൻ്റെ ട്രയാങ്കിൾ അറിയോ? ഈ ഒരു ട്രയാങ്കിൾ വേണേൽ പഠിച്ചു വെച്ചു, സിമ്പിളാ. എഫ് എം എഫ് ഈസിക്കൽ ടു അല്ലെ, എഫ് ഈസിക്കൽ ടു അമ്മേ എന്ന് പറയും. അതായത് ഇവിടെ ഹിയർ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇവിടെ നമുക്ക് ഇനി ഇവിടെ ശ്രദ്ധിച്ചു സിമ്പിളാ. എന്താ, ഇവിടെ നമുക്ക് മാസ് കാണണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ എം ആണ് കാണേണ്ടതെങ്കിൽ ഇവിടെ നോക്കി, എഫ് ഡിവൈഡ് ബൈ എ അല്ലേ, എഫ് ഡിവൈഡ് ബൈ എ നമുക്ക് ചെയ്യാം. ഇനി എ ആണ് നമുക്ക് ആക്സിലറേഷൻ ആണ് കാണുന്നതെങ്കിൽ എ ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ എം നമുക്ക് ഇവിടെ പറയാം. ഇനി ഫോഴ്സ് ആണ് കാണേണ്ടതെങ്കിലോ, ഈക്വൽ ടു എം എ. ഇവിടെ ഇൻറ്റു ആണ് ഇവിടെ വരിക. ഓക്കെ, ഇവിടെ ട്രയാങ്കിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അത്ര അടിപൊളിയാണ് ഈ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ പഠിച്ചാൽ പിന്നെ നമ്മൾ വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിട്ടിയല്ലോ, അടിപൊളിയല്ലേ? സൂപ്പർ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ,
അല്ലേ? സെറ്റ് സെറ്റ്, അടിപൊളിയായിട്ട് കിട്ടി. സൂപ്പർ, അടിപൊളി. ദെൻ നെക്സ്റ്റ് പാർട്ടിലേക്ക് വരാം. അടുത്ത പാർട്ടിലേക്ക് നമ്മൾ വരികയാണ്. കയ്യാറെ പറയും. ഓക്കെ, സെറ്റ്. ഒരു അടിപൊളി ടേബിൾ നമ്മുടെ പറഞ്ഞു. അടിപൊളി ടേബിൾ നമ്മുടെ ഒന്നുമില്ല. അടിപൊളി. ദെൻ നെക്സ്റ്റ് പാർട്ടിലേക്കാണ് നമ്മളിനി ഇവിടെ ഇനി റീഡയറക്റ്റ് ആവാൻ പോകുന്നത്. നോക്കിക്കോടി നമ്മൾ. യെസ്, അടുത്ത ചോദ്യം എന്താ? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. മാസും വെയിറ്റും തമ്മിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. മാസ് എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സ്കെയിലാർ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ മാത്രം, മറ്റു പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. ഇനി കോൺസ്റ്റന്റ് ആണ് ഈ മാസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എവരിവെയർ. അതിന്റെ ഈ കോൺസ്റ്റന്റ് ആണത്, മാസ് കോൺസ്റ്റന്റ് ആണ്. അത് അതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണെന്ന് പറയാം. പിന്നെ വെക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു വേരിയസ് വിത്ത് ജി, അതായത് ഗ്രാവിറ്റേഷൻ അല്ലെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറുന്നതനുസരിച്ച് വെയിറ്റ് മാറും. അതിന് യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ W ഈക്വൽ ടു mg. വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ W ഈക്വൽ ടു സെറ്റ്. ഇത്രയുള്ള ഈ ഒരു ഭാഗം. നെക്സ്റ്റ് അവസാനത്തെ ചോദ്യം. അവസാനത്തെ ചോദ്യം നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ചോദ്യമായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക ലാസ്റ്റ് ചോദ്യമാണ് നമ്മളിത് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അവസാനത്തെ ചോദ്യം. അപ്പോൾ ഇന്നത്തെ ലൈവിലെ അവസാനത്തെ ചോദ്യമാണിത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവസാനത്തെ ചോദ്യം. യെസ്, നോക്കാം. അവസാന ചോദ്യമാണ്. പക്ഷെ ഇത് ചോദ്യം. വാട്ട് ഈസ് ഫ്രീ ഫാൾ? എന്താണ് ഫ്രീ ഫാൾ എന്ന് ചോദിക്കുന്നുണ്ട്. ഫ്രീ ഫാൾ, വാട്ട് ഈസ് ഫ്രീ ഫാൾ? ഈസ് വെയിറ്റ് സീറോ ഡ്യൂറിങ് ഫ്രീ ഫാൾ? വൈ? എന്തൊക്കെ ചോദിക്കുന്നു. ഫ്രീ ഫാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി, ഒരു ഗ്രാവിറ്റി മോഷൻ, ഒരു ചലനം നടക്കുകയാണ് ആരും മുഖേന, ഒരാളുടെ പ്രസന്റിൽ, അത് ഗ്രാവിറ്റിയുടെ പ്രസന്റിൽ നടക്കുന്നതാണ്. ഓക്കെ.
എടാ സോറിടാ, ഒന്ന് മമ്മി ഒന്ന് വിളിച്ചു പോയിട്ട്, അതുകൊണ്ടാണ്. സോറി 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 സോറി. ടൈം ഞാൻ ഡിലേ ചെയ്ത്, ഞാൻ അവിടെ എട്ട് പോയില്ല. സാർ അവിടെ പോയി, ഞാൻ അവിടെ ഉണ്ട്, ഞാൻ അവിടെ എട്ട് പോയിട്ടില്ല. ഓക്കെ, ഫ്രീഫാൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നു? മോഷൻ അണ്ടർ ഗ്രാവിറ്റി ഇല്ലേ, ഗ്രാവിറ്റിക്ക് അനുസൃതമായിട്ട് നടക്കുന്ന പ്രവർത്തനമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. യെസ്, apparent weight is zero because entire gravitational force is used to produce acceleration. അതായത് സ്വതന്ത്ര പ്രതലം, അതായത് ആക്ച്വലി ഫ്രീ ഫാൾ, ഗുരുത്വാകർഷണത്തിന്റെ ബലത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഈ ഒരു ഫ്രീ ഫാൾ എന്ന് പറഞ്ഞ പ്രതിഭാസം നടക്കുക എന്ന് പറഞ്ഞു. അപ്പാരന്റ് ഭാരം 0 കാരണം ഗുരുത്വാകർഷണ ബലം മുഴുവൻ ത്വരണമായി ഉപയോഗിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതാണ് ഫ്രീ ഫാൾ എന്ന് പറഞ്ഞാൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റി, ഗ്രാവിറ്റിയുടെ അനുസൃതമായിട്ടാണ് എന്ത് ചെയ്യുക, പ്രവർത്തനം നടക്കുക എന്ന് പറഞ്ഞു. ഇത്രയുള്ള നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കണം. ടോപ്പ് 20 ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പ് 20 ചോദ്യങ്ങൾ. എത്ര നേരം ഈ ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഇനി എന്ത് വേണമെന്നുള്ളത് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്ത ശേഷം, ഈ ഒരു ലൈവ് എൻഡ് ചെയ്ത ശേഷം കമന്റ് ബോക്സിൽ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു, ഓവറോൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ നമ്മുടെ ലോസ് ഓഫ് മോഷൻ പറഞ്ഞ ചാപ്റ്ററിലെ ടോപ്പ് 20 ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തത്. ഓക്കെ, റെഡി അല്ലേ എന്താണ് അവസ്ഥ? ഓക്കെ, സൂപ്പർ സൂപ്പർ. ഓക്കെ, സോ എന്തെന്നുണ്ട് അഭിപ്രായം കാര്യങ്ങൾ എങ്ങനെയുണ്ട്? പറ കേൾക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ലൈവിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, നമ്മൾ സിമിലർ ട്രയാങ്കിൾ എടുക്കുന്നുണ്ട്, ട്രിഗ്നോമെട്രി എടുക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് മെട്രികൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്ത് തരണം എന്നത് ദൃഢമായിട്ടുള്ള നിശ്ചയത്തിലാണ് ഞാൻ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഉറപ്പാണ്. നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാം കഴിയുമ്പോൾ കഴിഞ്ഞ് നമുക്ക് 3K സബ്സ്ക്രൈബർ നമുക്ക് ചാനലൊന്ന് മോണിറ്റൈസേഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾ സഹായിച്ചിട്ടില്ല. അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, അപ്പൊ അടിപൊളിയാക്കാം, ഉഷാറാക്കാം. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. സോ എല്ലാ കാര്യങ്ങളിലേക്കും വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. ഒരു കണ്ടന്റ് പോലും ഞാൻ നോക്കൂല. എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. ഫ്രീ ആണ്. നമ്മുടെ ആപ്പിലൊക്കെ ക്ലാസ് എടുക്കില്ല, പ്രീമിയം പോലെ അതേപോലെ ക്ലാസ് നമ്മുടെ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് തരും. ഞാൻ ഫേസ് ചെയ്യുന്ന അത്രയും വലിയ കാര്യമാണ് പ്രീമിയം ക്ലാസ് നമ്മൾ യൂട്യൂബിൽ. ഓക്കെ, ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. അതല്ല നമ്മൾ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഡീപ്പായി ടെക്സ്റ്റ് ബുക്ക് എന്താണ് പറയുന്നത് ഡീപ്പായി ഞാൻ പറയും കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഷൻ, ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകാട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ട് എനിക്കിവിടെ പറയാനുള്ളത്. 40 മിനിറ്റ് ആയിട്ടോ, 3 മണിക്കൂറുണ്ട്. നമ്മുടെ 20 ചോദ്യങ്ങളും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാണാനൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ബൈ. അടുത്ത ലൈവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. ഓക്കെ, ടാറ്റാ.